ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം. ഹമാസ് നേതാവ് സാലിഹ് അറൂറിയും ഖസം ബ്രിഗേഡിലെ 2 കമാൻഡർമാരും കൊല്ലപ്പെട്ടു. ആക്രമണത്തെ അപലപിച്ച് ഇറാൻ രംഗത്തെത്തി. ലെബനന് നേരെയുള്ള ഏതാക്രമണവും കടുത്ത പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്ന ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ദക്ഷിണ ബെയ്റൂട്ടിലെ ഹമാസ് ഓഫീസിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഹമാസ് നേതാവ് സാലിഹ് അഹൂറി കൊല്ലപ്പെട്ടു. സായുധ വിഭാഗമായ ഖസം ബ്രിഗേഡിലെ 2 കമാൻഡർമാരും കൊല്ലപ്പെട്ടു. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഉപമേധാവിയായ സാലിഹ് അഹൂരി ഖസം ബ്രിഗേഡിന്റെ സ്ഥാപകരിലൊരാളാണ്. ആക്രമണത്തെ അപലപിച്ച് ലബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കാറ്റി രംഗത്തെത്തി. ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേലിന്റെ കനത്ത ആക്രമണം തുടരുകയാണ്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണമുണ്ടായി. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഇസ്രായേൽ സന്ദർശനം മാറ്റിവെച്ചു. ഇസ്രായേലിന് നൽകുന്ന സൈനിക സഹായം നിർത്തിവെക്കണമെന്ന് US സെനറ്റർ ബേണി സാൻഡേഴ്സ് ആവശ്യപ്പെട്ടു. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം ചർച്ച ചെയ്യാൻ UN രക്ഷാസമിതി ഇന്ന് യോഗം ചേരും. ഇന്റർനാഷണൽ ഡെസ്ക് 24.